ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് ഗോവ ട്രിപ്പ് പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞാൻ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വെച്ചു, ബിക്കോസ് എനിക്ക് എപ്പോഴും വിശക്കും. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേ ഭാരത് കാണുന്നത്. ഞാൻ അങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആളല്ല, സോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരം ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിന്നു. അവരിടയ്ക്കിടയ്ക്ക് പ്ലാറ്റ്ഫോമൊക്കെ മാറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 നിന്ന് 2 പോയി, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു. ഫൈനലി ഞങ്ങൾ ട്രെയിൻ വന്നു. AC കോച്ച് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എനിക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ടിക്കറ്റ് ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്യുന്ന കാരണം ബസ്സിലാണ് പോവാറ്. പിന്നെ ഞാൻ ജനറലിലും അങ്ങനെ പോവാറില്ല. മിക്കവാറും AC അല്ലെങ്കിൽ സ്ലീപ്പറിലൊക്കെ തന്നെയാണ് പോവാറ്. അങ്ങനെ ട്രെയിനിൽ കയറി ഒന്ന് സെറ്റിലായി. കോഴിക്കോട് നിന്ന് ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഓപ്പൺ വിൻഡോ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. കയറിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ സ്നാക്സൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എപ്പോഴും വിശക്കും. ഫസ്റ്റ് ഈ ഒരു പക്കോട എടുത്തു. ദെൻ ഈ ഒരു കാഷ്യൂസാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓവൻ സ്റ്റോറി എന്ന് പറഞ്ഞ അവിടെ നിന്ന് പിസ്സ കിട്ടി, അത് കഴിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവ എത്തി. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ വരുന്നത്. ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്തതാണ്. വേറെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഗോവ ഇങ്ങനെ ഒരു എന്താ പറയുക, പ്ലാൻ ചെയ്ത ഒരു ഡെസ്റ്റിനേഷനായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ നേരെ പോയൊരു സ്കൂട്ടർ എടുത്തു. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാളെ കോണ്ടാക്ട് ചെയ്ത് ഒരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു. അങ്ങനെ അത് പോയി പെട്രോൾ അടിച്ച് നമ്മൾ രാവിലെ വരെ അവിടെയൊക്കെ കറങ്ങി, കാരണം റൂം തപ്പി, പക്ഷെ റൂമൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ നമ്മൾ പാലോലം ബീച്ചിലോട്ട് വിട്ടു. അതിനിടയ്ക്ക് പകുതി വഴിയിലൊക്കെ നിർത്തി. ഫൈനലി പാലോലം ബീച്ചിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു പ്രൈവറ്റ് ബീച്ച് മാതിരി കുറേ റിസോർട്ടുകളുണ്ട് അവിടെ. ഈ ഗോവയുടെ ഒരു ഹാപ്പനിങ് സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണിത്.